നമസ്കാരം. കേരള തീരത്തെ റെഡ് ടൈഡ് പ്രതിഭാസം, അതായത് തീരത്തോട് ചേർന്ന സമുദ്രജലത്തിലുണ്ടാകുന്ന നിറവ്യത്യാസം മത്സ്യലഭ്യതയെ ബാധിച്ചിരിക്കുകയാണ്. കോഴിക്കോട്, തൃശൂർ, എറണാകുളം തീരത്താണ് ചുവപ്പ് കടൽ പ്രതിഭാസം വ്യാപകമായുള്ളത്. മെയ് 31-ന് നിരോധനം നീങ്ങിയതിന് അടുത്ത ദിവസങ്ങളിൽ മീനൊക്കെ കിട്ടിയിരുന്നു. പിന്നീട് ഈ കിളിമീനും കണവയും കുറഞ്ഞു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടും വടക്കൻ കേരളത്തിലെ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കിളിമീനും കണവയും കുറയുവാൻ കാരണമിതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. മുനമ്പത്ത് കഴിഞ്ഞ വർഷം കിട്ടിയതിന്റെ പകുതി മീനെ ഇപ്പോഴുള്ളൂ. വള്ളങ്ങൾക്കും ചൂണ്ടവള്ളങ്ങൾക്കും കിട്ടുവാൻ അയലയും മത്തിയും നെയ്മീനും കുറഞ്ഞു. വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കൊല്ലം, പരപ്പ് സമുദ്രമേഖലയിൽ കണവ, കിളിമീൻ, ഉലുവമീൻ, കരിക്കാടി, നാരൻ എന്നിവ ലഭ്യമാണ്. ഇവിടെ ചുവപ്പുകടൽ കാര്യമായി അനുഭവപ്പെട്ടില്ല. തമിഴ്നാട്ടിലെ മുട്ടം, കുളച്ചിൽ, തേങ്ങാപ്പട്ടണം മേഖലകളിലെ ബോട്ടുകളും കൊല്ലം പരപ്പിൽ എത്താറുണ്ട്. നോക്റ്റിലുക്ക എന്ന ചുവപ്പ് സൂക്ഷ്മ പോളകളുടെ, അതായത് മൈക്രോ ആൽഗകളുടെ വ്യാപനമാണ് സമുദ്രജലം ചുവക്കുവാൻ കാരണമെന്നാണ് പറയുന്നത്. ആൽഗൽ ബ്ലമുകൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാലവർഷം ശക്തമായതിനാൽ സമുദ്രത്തിലേക്ക് തീരജലപ്രവാഹം കൂടുതലായിരുന്നു. കടൽ ജലത്തിൽ ലവണാംശം കൂടുവാനും പോളകൾ വ്യാപിക്കുവാനും ഇതിടയാക്കി. റെഡ് ടൈഡിൽ ഓക്സിജൻ കുറയുന്നതിനാൽ ഈ ഭാഗത്തേക്ക് മീനുകൾ എത്തുവാൻ മടിക്കും. കാലാവസ്ഥാ വ്യതിയാനവും ജലമലിനീകരണവും ഉയർന്ന താപനിലയും ഒക്കെയാണ് ഈ പ്രതിഭാസത്തിന്റെ മറ്റു കാരണങ്ങൾ. തീരക്കടലിൽ കടൽവെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയും കൗതുകവും ഒക്കെ ഉണർത്തിയിരുന്നു. തീരക്കടലിൽ എടക്കഴിയൂർ ബീച്ച്, അഫയൻസ് ബീച്ച് എന്നിവിടങ്ങളിൽ വെള്ളത്തിന് നിറവ്യത്യാസം നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയതാണ്. പദം വന്ന കടൽ തിരകളില്ലാതെ കായൽ പോലെ ശാന്തമായി കിടക്കുകയായിരുന്നു. കടലിൽ മീൻ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളും തീരക്കടലിൽ വലവീശി മീൻ പിടിച്ചിരുന്ന തൊഴിലാളികളും ഒക്കെയാണ് ഈ നിറവ്യത്യാസം ആദ്യമായി കണ്ടത്. 2 കിലോമീറ്ററോളം നീളത്തിലായിരുന്നു ഈ ഇളം ചുവപ്പ് നിറം ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു പ്രതിഭാസം കണ്ടിട്ടില്ലെന്നും പഴമക്കാർ പറയുന്നുണ്ട്. മഴവെള്ളവും കടൽവെള്ളവും ഒക്കെ ചേർന്ന് വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ടായിരുന്നു. നിറമാറ്റത്തെക്കുറിച്ച് പഠനം നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളികളടക്കം അഭിപ്രായപ്പെട്ടു. ജലത്തിൽ നോക്റ്റിലുക്ക എന്ന ഡിനോഫ്ലജലിറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയുടെ കൂടുതലായ സാന്നിധ്യമാണ് റെഡ് ടൈഡിലേക്ക് നയിക്കുന്നത്. പുതുവായ്പ ബീച്ചിൽ കടൽത്തീരത്തോട് ചേർന്ന തിരമാലകൾ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആശങ്കകൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. നോക്റ്റിലുക്ക സാധാരണമായി സമുദ്രജലത്തിൽ ഉണ്ടാകാറുള്ള ഒരു സൂക്ഷ്മജീവിയാണെന്നും ചില സാഹചര്യങ്ങളിൽ അതിന്റെ എണ്ണം വർദ്ധിക്കുന്നത് കടൽ ചുവപ്പായി തോന്നുവാൻ കാരണമാവുകയും ചെയ്യാറുണ്ടെന്നാണ് കുഫോസ് പ്രതികരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഈ പ്ലവങ്ങളെ പോള എന്ന പേരിലാണ് സാധാരണയായി വിളിക്കുന്നത്. കുഫോസ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്ലവങ്ങളുള്ള പ്രദേശത്ത് മത്സ്യലഭ്യത കുറവായതായും അവർ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി കുഫോസ് ഇൻകോയ്സുമായി ബന്ധപ്പെട്ടുവെങ്കിലും മേഘാവൃതമായ കാലാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയുള്ള വിവരശേഖരണമൊന്നും സാധ്യമായിരുന്നില്ല. അതേസമയം കുഫോസിന്റെ ഗവേഷണ സംഘം സംഭവത്തിന് പിന്നിലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ വ്യക്തമാക്കുന്നതിനായി വിശദമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. നോക്റ്റിലുക്ക, സിന്റിലാൻസ് എന്നീ 2 രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. ഗ്രീൻ ടൈഡിന് കാരണമാകുന്ന പച്ച വകഭേദവും പ്രധാനമായി ഡയാറ്റങ്ങളെ ഭക്ഷിക്കുന്ന റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ചുവന്ന വകഭേദവും. കേരളത്തിലെ തീരദേശ ജലാശയങ്ങളിൽ മഴക്കാലത്ത് 2 വകഭേദങ്ങളും കാണപ്പെടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രോപരിതല താപനിലയിലെ വർധനവ്, ജലമലിനീകരണം എന്നിവ ഈ കേരളത്തിൽ ഇത്തരം പ്രതിഭാസത്തിന്റെ ആവർത്തനം വർദ്ധിപ്പിക്കുമെന്നുമൊക്കെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ വിളവെടുപ്പിന് തയ്യാറായ 1000 കിലോ മത്സ്യം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. വെസ്റ്റ് ഹിൽ BG റോഡിൽ കുട്ടിക്കാവ് ക്ഷേത്രത്തിന് സമീപം മത്സ്യകൃഷി നടത്തുന്ന മാമ്പറ്റ കൃഷ്ണപ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ ടാങ്കിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ നഷ്ടമായത്. വിപണിയിൽ ഏകദേശം 2.8 ലക്ഷം രൂപ വില വരും. ഗിഫ്റ്റ് ഫിലാപ്പിയ ഇനത്തിൽപ്പെട്ട 1300 മത്സ്യങ്ങളാണ് ടാങ്കിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 6 പല കാലത്തായി ചത്തിരുന്നു. ബാക്കി 1294 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഓരോ മത്സ്യവും ചുരുങ്ങിയത് 800 ഗ്രാമിനും 900 ഗ്രാമിനും ഇടയിൽ വളർച്ച എത്തിയവയായിരുന്നു. സെപ്റ്റംബർ 4-ന് വിളവെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. വിളവെടുപ്പിന് മുൻപായി ടാങ്കിലെ 27,000 ലിറ്റർ വെള്ളം മാറ്റുവാൻ തുടങ്ങിയപ്പോഴാണ് ടാങ്കിൽ ഒരു മീൻ ഒഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. മത്സ്യ ടാങ്കിന് സമീപത്തായി ജനവാസ മേഖല ആയതിനാൽ ഇവിടെ നിന്ന് മോഷണം പോകാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് കൃഷ്ണപ്രസാദ് പറയുന്നത്. പെരുമ്പാമ്പോ മറ്റോ ടാങ്കിലിറങ്ങി മത്സ്യങ്ങളെ ഭക്ഷിച്ചതാകാമെന്നാണ് മറ്റൊരു സംശയം. 2020-ലാണ് കൃഷ്ണപ്രസാദ് സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി മത്സ്യകൃഷി ആരംഭിച്ചത്. 4ാമത്തെ വിളവെടുപ്പിന് തയ്യാറായപ്പോഴാണ് മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിൽ 750 കിലോ മത്സ്യങ്ങൾ ലഭിച്ചിരുന്നു. കിലോയ്ക്ക് 280 രൂപയാണ് അന്ന് മത്സ്യം വിറ്റത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.